വൈദ്യശാസ്ത്രം പറയുന്നതനുസരിച്ച് പ്രമേഹം ഒരു വലിയ വില്ലനാണ്. അത് നമ്മുടെ കുടുംബത്തെ തന്നെ സാമ്പത്തികമായി തകർത്ത് കളയും. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ ഇത് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അതിനുള്ള 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഒരു 30-40 വയസ്സിലാണെങ്കിൽ പോലും യാതൊരുവിധ ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ പോലും നമ്മൾ സ്ഥിരമായിട്ട് ഒരു ബ്ലഡ് ചെക്കപ്പ് നടത്തുക എന്നുള്ളതാണ്. നമ്മുടെ ബ്ലഡ് ഷുഗർ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനായിട്ട് നമുക്ക് 3 കാര്യങ്ങളാണ് വാങ്ങി വെക്കാൻ സാധിക്കുന്നത്. 1 ഒരു നോട്ട്ബുക്ക്, 2 ഒരു വെയിറ്റിംഗ് മെഷീൻ, മൂന്നാമത്തത് ഒരു ഗ്ലൂക്കോമീറ്റർ. ഇതിലൂടെ നമ്മൾ കൃത്യമായിട്ട് അത് ചെക്ക് ചെയ്യുകയും നമ്മളുടെ വെയിറ്റ് നോക്കി അത് കറക്റ്റായിട്ട് നമ്മൾ എഴുതി വയ്ക്കുകയാണെങ്കിൽ ഓരോ പ്രാവശ്യവും നമുക്കത് റെഫർ ചെയ്യാൻ സാധിക്കും. എത്രത്തോളം അതിൽ വ്യത്യാസം വരുന്നുണ്ട്, കൂടുന്നുണ്ടോ, കുറയുന്നുണ്ടോ, ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ 6 മാസത്തിലൊരിക്കൽ ക്രിയാറ്റിനിൻ നമ്മൾ ടെസ്റ്റ് ചെയ്യും. അതിന്റെ വ്യത്യാസം അനുസരിച്ചും നമുക്ക് ഒരു ഡോക്ടറിന്റെ അഡ്വൈസ് എടുക്കണമെങ്കിൽ അതും നമുക്ക് പെട്ടെന്ന് സാധിക്കുകയും ചെയ്യും. ഇതിനൊക്കെ വളരെയധികം പൈസ ചെലവാക്കേണ്ട കാര്യമില്ല. വളരെ കുറഞ്ഞ എമൗണ്ടിൽ നമുക്ക് ഇതെല്ലാം സാധിക്കുന്നതാണ്. അതേസമയം നമ്മളിത് ചെക്ക് ചെയ്യാതെ നമുക്ക് ഷുഗർ കൂടി വന്ന് ഹോസ്പിറ്റലൈസ് ആയി കഴിഞ്ഞാൽ ലക്ഷങ്ങൾ നമ്മൾ ചെലവഴിക്കേണ്ടി വരും. രണ്ടാമതായി ആഹാരം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതായത് അന്നജമടങ്ങിയ ആഹാരങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യുക. പഞ്ചസാര മാത്രമല്ല വില്ലൻ, നമ്മൾ കഴിക്കുന്ന ചോറും അതിലടങ്ങിയിരിക്കുന്ന അന്നജവും ഇതെല്ലാം നമുക്ക് വില്ലനാവുന്നുണ്ട്. പക്ഷെ മിതമായ അളവിൽ കഴിക്കേണ്ട സമയത്ത് കൃത്യമായി കഴിച്ചുകൊണ്ട് പോവുകയും അതുപോലെ ഒരു 1-2 മണിക്കൂർ ഇടവിട്ട് ചെറിയ അളവിൽ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഒരുമിച്ച് ഒരുപാട് കഴിക്കുന്നതിനേക്കാൾ കുറഞ്ഞ അളവിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യും. ഗോതമ്പിലും അതുപോലെ തന്നെ അന്നജമുണ്ട്. പക്ഷേ നമ്മൾ ഗോതമ്പിന്റെ ചപ്പാത്തിയൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിന് നമുക്കൊരു എണ്ണമുണ്ട്. ആ എണ്ണത്തിനനുസരിച്ച് നമ്മൾ കഴിക്കുമ്പോൾ അത് നിയന്ത്രിക്കപ്പെടും. അതേസമയം ചോറാണെങ്കിലും ഒരു കുന്നോളം ചോറ് കഴിക്കുന്നവരും ഉണ്ട്. അപ്പൊ നമുക്ക് അളവില്ലായ്മ അവിടെ ഒരു പ്രധാന പ്രശ്നമായി മാറും. അന്നജം നമ്മൾ നിയന്ത്രിക്കുന്നതിനോടൊപ്പം തന്നെ പ്രോട്ടീൻ നമ്മൾ ധാരാളം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനു വേണ്ടിയിട്ട് പയറുവർഗ്ഗങ്ങളെല്ലാം ഉപയോഗിക്കാം. അതുപോലെ പീസ്, അങ്ങനെയുള്ള ഗ്രീൻ പീസ്, ഇതിലെല്ലാം ധാരാളം പ്രോട്ടീൻ ഉണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ദിവസവും നമ്മളുടെ ഡയറ്റിനോടൊപ്പം തന്നെ നമ്മൾ ഫ്രൂട്ട്സ്, അതുപോലെ വെജിറ്റബിൾസ് ധാരാളം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം, എക്സസൈസ് ചെയ്യുക എന്നുള്ള. ഇന്നത്തെ ജീവിതശൈലി അനുസരിച്ച് കൂടുതൽ ആളുകളും ഇരുന്നു കൊണ്ട് വർക്ക് ചെയ്യുന്നവരും അധികം ആയാസമില്ലാത്ത വർക്ക് ചെയ്യുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ എക്സസൈസും അവിടെ നടക്കുന്നില്ല. നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു അരമണിക്കൂറെങ്കിലും കഠിനമായിട്ട് എക്സസൈസ് ചെയ്യുക, രാവിലെയും വൈകിട്ടും. അതല്ലെങ്കിൽ ഒരു നല്ല നടത്തമാകാം. ഇതെല്ലാം തന്നെ നമുക്ക് ആരോഗ്യം ഉണ്ടാക്കി തരുന്ന കാര്യങ്ങളാണ്. നാലാമത്തെ കാര്യം, ഡോക്ടർ നിർദ്ദേശിക്കുന്ന മെഡിസിൻ കൃത്യമായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ധാരാളം മെഡിസിൻസ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. വളരെ വാല്യുബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള മെഡിസിൻ തന്നെയാണ്. എന്നാൽ അധികമായ വില വരികയുമില്ല. ഇങ്ങനെയുള്ള മെഡിസിൻസ് എല്ലാം ഡോക്ടർ നിർദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് കഴിക്കാനും അതോടൊപ്പം തന്നെ ഇതുപോലെ ആഹാരം നിയന്ത്രിക്കുകയും നമ്മൾ എക്സസൈസ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് ഒരു പരിധിവരെയെല്ലാം നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കുന്നതാണ്. പ്രമേഹത്തെ നമുക്ക് ഇതുപോലെ നിയന്ത്രിച്ചു നിർത്തിയാൽ തുടക്കം മുതലേ നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടുവരികയാണെങ്കിൽ അത് അപകടത്തിൽ പോകാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. അഥവാ നമ്മൾ നിയന്ത്രിക്കാതെ പോയാൽ അത് അപകടത്തിലേക്ക് പോകും. പിന്നെ അത് വ്രണമാകും. നമ്മുടെ ബോഡി പാർട്സ് പലതും നമുക്ക് മുറിച്ചു നിൽക്കേണ്ട അവസ്ഥയിലേക്ക് വന്നേക്കാം. അങ്ങനെ ഒരു ഭീകരാവസ്ഥയിലേക്ക് മാറും. അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ അതിനെ കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ചു പോവുക എന്നുള്ളതാണ് ഇതിനൊരു പരിഹാരം. അഞ്ചാമത്തെ കാര്യം ഏറ്റവും പ്രധാനമായ കാര്യമാണ്. ഒരു ഷുഗർ വന്നാൽ അല്ലെങ്കിൽ പ്രമേഹം വന്നാൽ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ, അതിനെ നല്ല രീതിയിൽ നോക്കിയില്ലെങ്കിൽ, കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ജീവിതം അല്ലെങ്കിൽ നമ്മളുടെ ബോഡി ഒരു എമർജൻസി സിറ്റുവേഷനിലേക്ക് മാറും. അതേസമയം നമ്മൾ അതിനെ നേരത്തെ തന്നെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോവുകയും അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു പ്രത്യാഘാതം പിന്നീട് വന്നാൽ പോലും നമ്മൾക്ക് നല്ല രീതിയിൽ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാനും തക്ക രീതിയിൽ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ എടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ പ്രമേഹം വരാൻ നോക്കിയിരിക്കാതെ, വന്നാൽ ചിലപ്പോൾ നമുക്കത് എടുക്കാനായിട്ട് സാധിച്ചില്ലെന്ന് വരും. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെയും അതുപോലെ നമ്മുടെ സേവിങ്സിനെയും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധിപരമായ നീക്കം. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ ഹെൽത്ത് പ്രൊട്ടക്ഷൻ എടുക്കൂ. നിങ്ങളുടെ ഭാവിയെ നിങ്ങൾ ഭദ്രമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക്